വന നിയമ ഭേദഗതി ബില്ല് ഈ നിയമസഭാ സമ്മേളനത്തിൽ ഉണ്ടാകില്ല. സഭയിൽ അവതരിപ്പിക്കേണ്ട ബില്ലുകളുടെ പട്ടിക മന്ത്രിസഭ അംഗീകരിച്ചു. വിവരങ്ങളുമായി ആർ ശ്രീത്ത് ചേർന്നു. ശ്രീത്ത്, കാട്ടാന ഇറങ്ങൽ, കാട്ടാന ചവിട്ടിക്കൊല്ലൽ, കടുവ ഇറങ്ങൽ, പുലി ഇറങ്ങൽ പോലെയുള്ള അവസ്ഥയിൽ ആ മേഖല അല്ലെങ്കിൽ തന്നെ സങ്കടത്തിലുമാണ്, രോഷത്തിലുമാണ്. അപ്പോൾ ഈ ഭേദഗതി ബിൽ അല്ലെങ്കിൽ തന്നെ വിവാദമാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണോ തൽക്കാലം സമ്മേളനത്തിൽ ഒഴിവാക്കാം എന്ന തീരുമാനം? ശ്രീത്ത്, ഹാഷ്മി, ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട ബില്ലുകൾക്ക് അംഗീകാരം നൽകലായിരുന്നു. ഈ അംഗീകരിക്കപ്പെട്ട ബില്ലുകളുടെ കൂട്ടത്തിൽ വനനിയമ ഭേദഗതി ബില്ല് ഉൾപ്പെടുത്തിയിട്ടില്ല. ഹാഷ്മി സൂചിപ്പിച്ച പോലെ വനനിയമ ഭേദഗതിയുമായി കരട് പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ വലിയ തോതിൽ വിവാദങ്ങൾ ഉയർന്നു. ക്രൈസ്തവ സഭ നേതൃത്വം, ഒപ്പം തന്നെ മലയോര മേഖലയിലെ കർഷകരും കർഷക സംഘടനകളുമെല്ലാം വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തി. അതിന് പിന്നാലെ UDF ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഏറ്റെടുത്തു. ഇങ്ങനെ വിവാദമായ സാഹചര്യത്തിലാണ് വനനിയമ ഭേദഗതി ബില്ല് സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് വന്നത്. സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധന നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിച്ചിരുന്നു. ഈ പരാതികളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാകുമെന്ന കാര്യം പൊതുഭരണ സെക്രട്ടറിയും വനംവകുപ്പിന്റെ ചുമതല അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ KR ജ്യോതിലാൽ പരിശോധിക്കാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞ ശേഷം മാത്രമേ സഭാ സമ്മേളനത്തിൽ വരുന്ന കാര്യത്തിൽ ധാരണയുണ്ടാകൂ. ഇപ്പോൾ അംഗീകരിച്ച പട്ടികയിൽ വനനിയമ ഭേദഗതി ബിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ശ്രീത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അതിലൊരുപാട് ആശങ്കകളുണ്ട്, ഒരുപാട് പരാതികളുണ്ട്. ഒരുപക്ഷെ ഈ സഭാ സമ്മേളനത്തിൽ അത് വേണ്ട എന്നതുകൊണ്ട് തീരുമാനിക്കുന്നതാകാം.